നമസ്കാരം. US ഇറാൻ, അമേരിക്ക ഇറാൻ യുദ്ധം കഴിഞ്ഞ പോലെ കഴിഞ്ഞോ? ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം അപ്പുറത്ത് നിൽക്കുന്ന ട്രംപാണ്. അങ്ങനെ ഇന്ന് പറഞ്ഞ പോലെയല്ല നാളെ. നമ്മൾ അഴകെട്ടുമല്ലോ, തുണിയുടെ അഴകെട്ടുന്ന ആ അഴയുമ്പോൾ കാക്ക വന്നിരിക്കുന്നുണ്ട്. കാത്ത ഇങ്ങോട്ട് ചാടി ഇരിക്കപ്പെടുന്നില്ല, കണ്ടില്ല, അങ്ങോട്ട് വീഴുന്ന പോലെ. അവസാനം അതിന് മനസ്സിലാവും ഇരിക്കാൻ പറ്റില്ല എന്ന്, അത് പറന്നു പോകും എന്ന് പറഞ്ഞ പോലെയാണ്. ട്രംപ് ആടി നിൽക്കുന്ന ഒരാളാണ്. എങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ അറിവ് വെച്ച് വെടിനിർത്തൽ ഇപ്പം 2 ദിവസമായിട്ട് വെടിയൊന്നും കേൾക്കാനില്ല. അപ്പോൾ വെടിനിർത്തൽ കരാറായിട്ടുണ്ട്, സമാധാന കരാറായിട്ടുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നീണ്ടുന്ന യുദ്ധത്തിൽ, 3 മാസം ആയിട്ട് നീണ്ടുന്ന യുദ്ധത്തിൽ ഏതൊരു മത്സരം ഉണ്ടാകുമ്പോഴും അതിൽ വിജയം ഉണ്ടാവണമല്ലോ, അല്ലെങ്കിൽ ഡ്രോ ആകണം, ഒരു പരാജയത്തിലുണ്ടായിരിക്കണം. അങ്ങനെയൊക്കെയാണല്ലോ അതിൻ്റെ ഒരു ലൈൻ. യുദ്ധത്തിൽ ഇപ്പോൾ ആരാ വിജയി? ഏത് കണ്ണ് പൊട്ടനോടും ഏത് കാത് പൊട്ടനോടും ചോദിച്ചാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. വളരെ വ്യക്തതയോട് കൂടിയിട്ട് വിജയം ഇപ്പോൾ നിൽക്കുന്നത് ഇറാൻ്റെ പക്ഷത്താണ്. അനേക കാലമായിട്ട് വീർപ്പ് മുട്ടി നിൽക്കുകയായിരുന്നു അമേരിക്ക. പശ്ചിമേഷ്യയിലേക്ക് കടക്കാനുള്ള അവരുടെ താല്പര്യം, എണ്ണയാണ് താല്പര്യം, ഇന്ധനമാണ് താല്പര്യം. അതിന് വിഘാതമായിട്ട് നിന്ന ഓരോരുത്തരെയായിട്ട് ഗദ്ദാഫിയായിട്ടും അതിനുശേഷം മറ്റേ സദ്ദാം ഹുസൈനെയായിട്ടും പിന്നെ അഫ്ഗാനിസ്ഥാൻ, അതുപോലെ കുവൈറ്റ്, ഇവരൊക്കെ അടക്കി ഒതുക്കി യുദ്ധം ചെയ്തുകൊണ്ട് ബിൻ ലാദനെ അതങ്ങനെ അടക്കി ഒതുക്കി. മറ്റുള്ള രാഷ്ട്രങ്ങൾ എന്ത് ചെയ്തു? അവരെല്ലാവരും കഴുത്തിൽ കയറിട്ടിട്ട് ഇവർ കൊണ്ടു നടക്കുകയാണ് ഇപ്പോൾ. കുവൈറ്റ്, സൗദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ, UAE, അവരൊക്കെയും വസ്ത്രത്തിൽ ഇവരുടെ അജ്ഞാനുവർത്തികളാക്കി മാറ്റി, അടിയാളന്മാരാക്കി മാറ്റി കൊണ്ടാണ് നടന്നിരുന്നത്. ഇവിടെയാണ് ഒരേ ഒരാൾ മാത്രമാണ് നട്ടൽ നിവർത്തി ഉരുക്ക് തൂണുപോലെ ഇളക്കാൻ പറ്റാത്ത രീതിയിൽ നിന്ന് ഇറാൻ. ഇനി അവർക്കും കൂടിയും കൊടുക്കണം, എന്നാലേ ശരിയാവുള്ളൂ. എങ്കിൽ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ പശ്ചിമേഷ്യയിലുള്ള വാതിൽ മലർക്കെ തുറക്കും. പിന്നെ ആവശ്യത്തിനുണ്ട്. അപ്പോൾ വെനസ്വേലയിൽ കണ്ടില്ലേ, വെനസ്വേല ഇപ്പോൾ ശരിക്കും സംസ്ഥാനമായിട്ട് മാറിയല്ലോ. ഏത് മറ്റേ അമേരിക്കയുടെ ഒരു സംസ്ഥാനമായിട്ട് മാറി. ഇനിയിപ്പോൾ അവരാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇനിയിപ്പോൾ അവിടെ വെനസ്വേലയ്ക്ക് തിരിഞ്ഞോട്ടെ, കുറേ ആൾക്കാർ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അപ്പം ആ രീതിയിൽ ഇറാനെയും ഒന്ന് തൻ്റെ തല പിടിച്ച് കാക്കൂട്ടിലൊന്ന് തിരികണിട്ട് ഒരയ്ക്കണം. അപ്പോൾ മനസ്സിലായോടാ എന്ന് ചോദിക്കണം. അതാണ് അവിടെ വന്നത്. പക്ഷെ എന്തുണ്ടായി? ഇപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ, മുസ്ലിം എന്ന് പറഞ്ഞാൽ, ഇവിടെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങൾക്ക് യുദ്ധത്തിൻ്റെ ഫൈനൽ ഔട്ട്കമ്മാണ് പറയുന്നത്. യുദ്ധത്തിൻ്റെ ഫൈനൽ ഔട്ട്കം ഇസ്രായേലിൻ്റെ മുഖത്തിൻ്റെ അവിടെ കോറലും മറ്റൊക്കെ ഏറ്റിട്ടുണ്ട്. അത് ഇറാനും കിട്ടിയിട്ടുണ്ട്. അമേരിക്കയ്ക്ക് പിന്നെ അമേരിക്ക എവിടെയോ കിടക്കുകയല്ലേ. പക്ഷേ യഥാർത്ഥത്തിൽ മോന്തയുടെ ഷേപ്പ് മാറിപ്പോയത് ഗൾഫ് രാജ്യങ്ങളുടെ, GCC, അറേബ്യൻ രാജ്യങ്ങളുടെ മോന്തായത്തിൻ്റെ ഷേപ്പാണ് മാറിപ്പോയത്. കൃത്യമായിട്ട് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ എല്ലാ അനാശാസ്യത്തിൻ്റെയും കൂത്തരങ്ങായിട്ട് മാറി. സാധാരണ നമ്മൾ പറയാറുണ്ട്, ആ സൂപ്പർ മാർക്കറ്റിലെ മാളിലൊക്കെ പോയി അമ്മ പെങ്ങന്മാരൊഴികെ ബാക്കി എല്ലാം കിട്ടും. അതിങ്ങനെ പറയാറുണ്ട്, നല്ല ഭാഷയിൽ പറയാറുണ്ട്. ഇവിടെ അതല്ല പറയാനുള്ളത്, അമ്മ പെങ്ങന്മാരെ കിട്ടും. പക്ഷേ ഇന്നിപ്പോൾ ദുബായ്, അബുദാബി എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോയാൽ കിട്ടാത്തൊരു സാധനമുണ്ട്. എന്താണെന്ന് അറിയാമോ? ഇസ്ലാം. മരുന്നിന് പോലും അവിടെ ഇസ്ലാം ഇല്ല എന്നുള്ളതാണ്. ഇവിടെ കേരളത്തിലും നോക്കിയാൽ കാണാം. കേരളത്തിൽ ഏതെങ്കിലും ഒരു സിനിമയിൽ ഇതൊന്ന് മുഖം കാണിച്ചാൽ മതി, അപ്പോഴേ പ്രശസ്ത സിനിമാ നടിയായി. ഇവിടുത്തെ ആ മുഖ്യമന്ത്രിയുടെ കാക്കൂട്ടിൽ കിടന്ന് പെടയുന്നൊരു പെണ്ണില്ലേ, അവനാണല്ലോ ആ മാങ്കൂട്ടത്തിൻ്റെ കേസ് കൊടുത്ത്. ആ പെണ്ണ് സുപ്രശസ്ത സിനിമാ നടി. ഏതായി സുപ്രസിദ്ധ സിനിമാ നടി? അവൾ ഏത് സിനിമയിലാണ് അഭിനയിച്ചിട്ടുള്ളത്? അത് പോട്ടെ, അങ്ങനെ കുറേ സുപ്രസിദ്ധ സിനിമാ നടികളുണ്ട്. ഇവിടെ 1-2 പിക്ചറിലൊരു പാസിങ് ഷോട്ട് കാണിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ 1.5 വർഷം ദുബായിലാണ്. പിന്നെ ഷൂട്ടിങ്, ഇവിടുത്തെ സിനിമ ഷൂട്ടിങ്, അവിടുത്തെ ഷൂട്ടിങ്.
കേരളത്തിൽ സിനിമ ഷൂട്ടിങ്, ദുബായിൽ ഷൂട്ടിങ്. അതന്നെ, ആ ഷൂട്ടിങ് തന്നെ. അതിനിപ്പോൾ കളൊരുക്കുകയാണ് ഇപ്പോൾ അവിടെ ചെയ്യുന്നത്. എല്ലാ സിനിമാ നടികൾക്കും, നടീന്നാട്ടോ ഞാൻ പറയുന്നത്, നടീന്ന അങ്ങനെയൊന്നും പറയരുത്, ഞാൻ നടീന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമായി അങ്ങനെ പറഞ്ഞോ. അതന്നെ, അവറ്റകൾക്കും അവരുടെ എല്ലാ വിധത്തിലുള്ള കേളികൾക്കും ഇപ്പോൾ വേദി ദുബായിയാണ്. പണ്ടൊക്കെ ഇവിടെയുള്ള തെരുവ് സാധനങ്ങൾ ആരും വന്ന് എന്ന് പറയുമ്പോൾ ചോറ്റാനിക്കിലേക്ക് പോകാം, അല്ലെങ്കിൽ ഗുരുവായൂർക്ക് പോകാം. കുറച്ചും കൂടിയും സാമ്പത്തികം വന്നപ്പോൾ നമുക്കിതാ മൂകാംബിയയിലേക്ക് പോകാം, പഴനിക്ക് പോകാമെന്നായി. ഇപ്പം പറയുന്നത് ഓക്കെ ചേട്ടാ, കാര്യങ്ങളൊക്കെ ഡീലൊക്കെയും ഉറപ്പിച്ചു, ഇനി ദുബായിലേക്ക് പോകാം. ദുബായിയാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം എന്നായി മാറി. ഇതിൻ്റെ ഒരു സെൻറ്ററായിട്ട് മാറി ദുബായ്. അവർക്ക് ഈ തിരിച്ചടി കിട്ടണം അവരായിട്ട് വരുത്തി വെച്ചതാണ്. കാരണം അവരോടൊരു സ്നേഹവും താല്പര്യം ഇപ്പോഴും സുൽത്താൻ ടൊഫോമാൻ, ഹിസ് മജസ്റ്റി സുൽത്താൻ കാബൂസ് എന്ന് പറഞ്ഞാൽ നമ്മളറിയാതെ ഒന്ന് ചന്തി പൊന്തും. ഇന്നും ഒമാനിൽ ജോലി ചെയ്യുന്ന ഓരോരുത്തർക്കും ഇന്ന് അദ്ദേഹത്തിൻ്റെ പഴയ കഥകളെ അറിയുള്ളൂ. അവർക്കൊക്കെയും ആ പേര് പറയുമ്പോൾ തന്നെ അറിയാതെ ഒന്ന് അവർ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോവും. ഇപ്പോഴുള്ള സുൽത്താനും അതെ, കുറച്ച് അടക്കവും തഴക്കവും പഴക്കവും അവർ ആ ട്രഡിഷൻ കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇവിടെ ദുബായ്, അബുദാബി, അതുപോലെ തന്നെ സൗദി, ഇവരോടൊന്നും ആർക്കും ഒരു വിലയുമില്ലാതായി മാറി. അതിൻ്റെ പേരിൽ പ്രത്യക്ഷത്തിൽ കിട്ടുന്ന അടികൾ തന്നെ അവരുടെ ഷേപ്പ് മാറ്റി എന്നുള്ളതാണ്. ഇപ്പം അവർ കുരയ്ക്കാത്ത, കടിക്കാത്ത, ഒന്ന് മുരളുക പോലും ചെയ്യാത്ത അൽസേഷൻ പട്ടിയെ വാങ്ങിച്ച് വീണ്ടും മുമ്പിൽ കെട്ടിയിട്ട പോലെയാണ്. തീറ്റ കൊടുക്കൽ മാത്രം ബാക്കി. അതാണിപ്പോൾ അമേരിക്കൻ മിലിറ്ററി അവിടെ കൊണ്ട് കെട്ടിയിട്ടു, എല്ലാവർക്കും ബേസ് കൊടുത്തു. എന്നിട്ട് എന്തുണ്ടാവാൻ? യുദ്ധം വന്ന സമയത്ത് എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് അവരുടെ സംരക്ഷണതയിൽ ആ അൽസേഷൻ നായയുടെ, അമേരിക്ക എന്ന് പറഞ്ഞ അൽസേഷൻ നായയുടെ സംരക്ഷണത്തിൽ ഇപ്പം കുറേശ്ശെ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനൊരു അൽസേഷൻ നായ നമ്മളിവിടെ നമ്മളെ ഗേറ്റ് കീപ്പറായിട്ട്, വാച്ച്മാനായിട്ട് ഇവിടെ കെട്ടിയിട്ടിട്ടുള്ളത്? കോടികളുടെ മേലെ കോടികൾ വേണം ഇവറ്റകളെ തള്ളി ഇതിനെ ഉള്ളിൽ കയറ്റാൻ വേണ്ടിയിട്ട്. അവിടെ ഒരു മിലിറ്ററിക്കാരൻ വരുമ്പോൾ അയാൾ ഒറ്റ മിലിറ്ററിക്കാരന് മാത്രമായിട്ട് 40 ലക്ഷം 50 ലക്ഷം രൂപ ഒറ്റയാൾക്ക് ചെലവിടണം. അവരുടെ സംരക്ഷണം, അവിടെ ആംസ്, അവരവരുടെ ഭക്ഷണം എന്നിത്യാദി കാര്യങ്ങൾ, എൻ്റർടൈൻമെൻറ്റ് അടക്കം എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇപ്പോൾ അവർക്ക് തിരിച്ചൊരു ചിന്ത വന്നിട്ട്, പക്ഷേ പെട്ടെന്ന് ഡൊണാൾഡ് ട്രംപിനെ വിളിച്ചിട്ട് പറയാണ്, അതെ ഇത് നിങ്ങളുടെ ആവശ്യമില്ല, നിങ്ങളെ കൊണ്ടൊരു ഉപകാരമില്ല, കണക്ക് പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വീണ്ടും ഇപ്പോൾ അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്, ആ കഴുത്ത് പിടിച്ചൊന്ന് തിരിക്കും. അതുകൊണ്ട് മിണ്ടാൻ പറ്റില്ല. ആയതുകൊണ്ട് ഇപ്പം എന്താ? അമർഷമാണ്, ദേഷ്യമല്ല. ദേഷ്യം വെച്ച് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിക്കും ആ തെരുവ് ചട്ടമ്പി, ലോക ചട്ടമ്പി. അതിനെ പോകുന്നത് ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെയാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അമർഷമാണിപ്പോൾ. തങ്ങളുടെ സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണായിരിക്കുകയാണ്. എത്ര എണ്ണം അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നത്? അതുപോട്ടെ, അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അരി ചോദിച്ചാൽ അവർ പറയും അരിയില്ല കേട്ടോ, പയർ തരാം എന്നൊരവസ്ഥ. എല്ലാ വ്യാപാരങ്ങളും, അവർക്കുണ്ടായിരുന്ന വിമാന സർവീസുകൾ എല്ലാം തകർന്ന് തരിപ്പണമായി. എന്നുവെച്ചാൽ അവിടുത്തെ ഷെയ്ഖുമാർ ഊണ് കഴിക്കാൻ വകയില്ലാണ്ട് മണ്ണ് തിന്ന് ജീവിക്കുന്നു എന്നല്ല പറയുന്നത്. ദുബായിക്കുണ്ടായിരുന്ന ഒരു മഹനീയമായിട്ടുള്ള സ്ഥാനം, ലോക കോടീശ്വരന്മാരുടെ അന്തസ്സിൻ്റെ ചിഹ്നം എന്താണെന്ന് അറിയാമോ? പാം ജുമൈറയിൽ ഒരു ഫ്ലാറ്റ് ഉണ്ടാകുക എന്നുള്ളത്. അതില്ല. അപ്പോൾ വലിയ വലിയ കോടീശ്വരന്മാർ, മഹാകോടീശ്വരന്മാരുടെ അവർ ചോദിക്കും ദുബായിൽ എവിടെയാണ് നിങ്ങളുടെ വീട്? ദുബായിൽ വീടില്ല. ദുബായിൽ വീടില്ലേ? എന്ന് പറയും. ഇന്നിപ്പോൾ ആ സ്ഥിതി പോയി. അവിടെ വന്ന് കയറിയ റഷ്യയിലെ കോടീശ്വരന്മാർ അവിടെ യുദ്ധം തുടങ്ങിയ സമയത്ത്, യുക്രൈനായിട്ട് യുദ്ധം തുടങ്ങിയ സമയത്ത് അവിടെ നിന്ന് തന്നെ കെട്ടിപ്പൂട്ടി ഇവിടെ എല്ലാ സ്വത്തും ഇവിടെ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വാരി പൂട്ടി അവർ തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ ഒരു സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണായിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, വാലങ്ങോട്ട് ചുരുട്ടുക, എന്നിട്ട് ഇറാനെ അങ്ങോട്ട് നക്കുക.
ഇറാൻ്റെ ചെരുപ്പ് നക്കികളായിട്ട് ജീവിക്കുക. ഇറാനല്ല കേട്ടോ, ഷിയാക്കൾ. അതാണ് പ്രശ്നം. ഇറാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രവുമായിട്ട് കൈകോർക്കാൻ സൗദിക്കോ യു എക്കോ വലിയ വിഷമമുണ്ടാവില്ല. പക്ഷെ ഇവിടെ പ്രശ്നം, ഇപ്പോൾ ഇവിടെ തണ്ടല് നിവർത്തി തല ഉയർത്തി സ്വയമേവ മൃഗേന്ദ്രത, സ്വയം സിംഹരൂപങ്ങളായിട്ട് ചൈനയോടൊപ്പം അമേരിക്കയോടൊപ്പം റഷ്യയോടൊപ്പം നാലാമത്തെ ശക്തിയായിട്ട് നിൽക്കുന്ന ഇറാനാണ്. അല്ല, ഷിയാക്കളാണ് ഇവിടെയുള്ളത്. ചുണ്ണികൾ ഒന്നിനും കൊള്ളാത്ത സാധനങ്ങൾ എന്ന പേരെടുത്ത് കഴിഞ്ഞു അവർ. അമേരിക്കക്കാർ, ജൂതന്മാർ, ചരിത്രപരമായിട്ടുള്ള വശങ്ങളുണ്ട്. അതൊക്കെയും പോട്ടെ. ഈ അടുത്ത കാലത്ത് 35,000 കുഞ്ഞുങ്ങളെ കൊന്നു തള്ളി. അവരുമായിട്ട് അവരുടെ ചെരുപ്പ് നക്കുന്നവരെ അവർ. സ്വന്തം കാര്യം സിന്ദാബാദ്. എപ്പോഴും അങ്ങനെയാണ്. നാരായണൻ്റെ പുറകിൽ കിടന്ന് നടക്കുമ്പോൾ, സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും പുറകിൽ കിടന്ന് നടക്കുമ്പോൾ അതിൻ്റെ പുറകിൽ വരും പണം. അതതിൻ്റെ രീതിയാണ്. നാരായണൻ്റെ ഒപ്പം പോയി കഴിഞ്ഞാൽ പിന്നാലെ ലക്ഷ്മി വരും. സ്വാഭാവികമാണല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ നാരായണന് വേണ്ട, നമുക്ക് ലക്ഷ്മി മതി വെച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ നാരായണൻ്റെ വഴിക്ക് പോകും. അതുണ്ടായത്. ഇപ്പം എല്ലാം തീർന്ന അവസ്ഥയാണ്. അമർന്നു എന്നുള്ളതാണ്. സുന്നികളുടെ ഷിയാക്കളുടെ മുമ്പിൽ ഇന്നിപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പര്യായം എന്താ അറിയോ? ഷിയാക്കളെന്നായി. ഇത് 1500 വർഷങ്ങൾക്കും 1400 വർഷം മുമ്പ് തുടങ്ങിയതാണ്. അലി ബിൻ അബൂ ത്വാലിബ്, അദ്ദേഹത്തിന് വേണം അടുത്ത ഖലീഫയുടെ പദവി. അദ്ദേഹം ബന്ധു കൂടിയാണ്, അറിവാളിയാണ്, ആദ്യത്തെ മുസ്ലിംകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു അതല്ല, അറിവാളി അബൂബക്കറാണ്, അദ്ദേഹത്തെ ഖലീഫയാക്കണം. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഞാനത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ അലി ബിൻ അബൂ ത്വാലിബ് ഇവിടെ തന്നെയാണ് നിന്ന്. അദ്ദേഹം പിന്നീട് ഖലീഫയായി. പക്ഷേ ഇപ്പോൾ ഇറാനിൽ അലിയുടെ ആൾക്കാരാണ്, ഷിയാക്കളാണ് മുഴുവൻ. എന്തിനേറെ, അലിയുടെ മറ്റേ ഏതോ ജന്മദിനമോ മറ്റോ അവർ അലിയുടെ ഫോട്ടോ വരെ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവിടെ ഒരാളെൻ്റെ സുഹൃത്ത് പറഞ്ഞതാണ്. ഭയങ്കരമായിട്ടുള്ള ആഘോഷമാണ്, ഭയാനകമായിട്ടുള്ള ആഘോഷമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വിദ്യാസമ്പന്നരാണ്. അവിടെയുള്ള നമ്മുടെ കേരളത്തിലെ ആൾക്കാർ പോലെ 80% വിദ്യാസമ്പന്നരാണ്, യോഗ്യന്മാരാണ്. അവിടുന്ന് വരുന്ന വാർത്തകൾ, ആ വാർത്തകൾ മുഴുവൻ അമേരിക്കക്കാർ പഠിച്ചുണ്ടാക്കുന്നതാണല്ലോ. നമ്മളുടെ ഈദി അമീനെക്കുറിച്ച് പച്ചമാംസം തിന്നും മനുഷ്യമാംസം തിന്നും എന്നൊക്കെയും പറഞ്ഞ് പരത്തിയതൊക്കെ അതൊക്കെ അവരുടെ തൊഴിലാണ്. അവരാണല്ലോ പള്ളിക്കാരും പട്ടക്കാരും വത്തിക്കാൻകാരും അമേരിക്കക്കാരും കൈയടക്കി വെച്ചിരിക്കുകയല്ലേ. ഇവിടെയുള്ള എല്ലാ ടിവികളും ചാനലുകളും മറ്റുള്ള കാര്യങ്ങളും മിണ്ടൂല്ല. അതുകൊണ്ട് സത്യം മിണ്ടൂല, അസത്യം മിണ്ടുള്ളൂ. എന്തായാലും ഇപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഷിയ എന്നായി. സുന്നി എന്ന് പറഞ്ഞാലോ കാഫറുകളായിട്ട് മാറി. ഒന്നിനും കൊള്ളാത്ത ആണും പെണ്ണും കെട്ട വർഗമായി മാറി. ഇതിൻ്റെ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഷിയാക്കളുടെ കാല് പിടിക്കുക. ആ അവസ്ഥയിലേക്ക് എത്തി. 3 മാസമായി യുദ്ധം തുടങ്ങിയിട്ട്. യുദ്ധത്തിനൊടുവിലിപ്പോൾ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്, ഞങ്ങളുടെ പ്രശ്നം തീർന്നു കേട്ടാ, ഞങ്ങളുടെ പ്രശ്നം തീർന്നു, ഞങ്ങളുടെ വഴക്ക് തീർന്നു. അങ്ങനെയായി. ആ സമാധാന കരാറ് പ്രത്യക്ഷത്തിൽ ഇവിടെ ഠേ ഠേ എന്നുള്ള വെടിവെച്ചുണ്ടല്ലോ, അതൊക്കെ ഇല്ലാണ്ടാക്കി മാറ്റിയേക്കാം. പക്ഷേ അവിടെ അവശേഷിപ്പിച്ചിട്ട് പോയ കുറേ കണ്ണുനീർ തുള്ളികളുണ്ട്. ആരുടെ? ഇസ്രായേലിൻ്റെയും അമേരിക്കക്കാരൻ്റെയും. അമേരിക്ക നാണം കെട്ടു. അവർ പറഞ്ഞ കാര്യങ്ങൾ, അവർ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുപോലും ഇറാൻ അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടില്ല. ആണവ്യാപനം ഉണ്ടരുത്, ഞങ്ങൾ യുദ്ധം ചെയ്യും, അതിന് മുമ്പ് ഞങ്ങൾ യുദ്ധം തുടങ്ങും. നിങ്ങളല്ലേ യുദ്ധം തുടങ്ങി വെച്ചത്, ഇനി യുദ്ധം എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, അമേരിക്കയൊരു കാര്യം മനസ്സിലായി. അവിടെ നിന്ന് ഇങ്ങനെ കപ്പലിലും വിമാനത്തിലും ആംസ് കൊണ്ടുവരിക, ഇവിടെ കൊണ്ട് പൂശുക, ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ലെന്ന് മനസ്സിലായി. അമേരിക്കയുടെ സാമ്പത്തികം മന്ദഗതിയിലേക്ക് ആയിപ്പോകുന്ന സാഹചര്യം വന്നു. ട്രംപിന് അവിടെ വലിയ എതിർപ്പുകൾ വന്നു. ഉടനെ തന്നെ എവിടേക്കോ ഒപ്പിടണ്ടേ പറയാൻ പറഞ്ഞു, അവിടേക്ക് ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ താൽക്കാലികമായിട്ട് യുദ്ധം നിന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ എത്തിച്ചേർന്നു. പക്ഷേ നിരാശയോട് കൂടിയിട്ടാണ്, തലയും താത്തിയിട്ടാണ് അമേരിക്ക അഥവാ ട്രംപ് അവിടുന്ന് മടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഉള്ളിലൊരു കനലുണ്ട്, അത് വേറെ കാര്യം.
കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇതിന് മൂന്നാം ലോകമായി ഉണ്ടാകുമെന്നുള്ള ആ ഭീതി അത് വലിയൊരു പ്രതിസന്ധിയായിട്ട് നിലനിൽക്കുകയായിരുന്നു. ഏതായാലും അതിന് വലിയ യുദ്ധം നടന്നു. അധികാര കൈമാറ്റത്തിന് വേണ്ടി ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ സമുന്നത നേതാവിനെ കൊന്നു. പക്ഷേ കാര്യങ്ങൾ പിന്നീട് പോയത് അവർ വിചാരിച്ച വഴിക്കല്ല. ഇപ്പോൾ പോട്ടെ, എല്ലാം കഴിഞ്ഞപ്പോൾ എന്തായി? ഇറാൻ ഒരു രാജ്യമെന്ന രീതിയിൽ, രാഷ്ട്രമെന്ന രീതിയിൽ ഇതുവരെ നമ്മൾ കണ്ടിരുന്നത് അഫ്ഗാനിസ്ഥാൻ, UAE, കുവൈറ്റ്, അതുപോലൊരു ഇറാൻ അതല്ല ഇറാൻ എന്ന് മനസ്സിലായി. ഇറാൻ ഇപ്പോൾ അതിശക്തന്മാരായി മാറി, വളരെ വലിയ കരുത്തന്മാരായിട്ട് മാറി. അതോടുകൂടി കഴിഞ്ഞ കുറേ കാലമായിട്ട് തീറ്റിപ്പോറ്റി വന്ന അമേരിക്കൻ പട്ടികൾ, ഗൾഫ് രാജ്യങ്ങളുടെ GCCയുടെ അവിടെയുള്ള ഷെയ്ഖുമാരുടെയും രാജാക്കന്മാരുടെയും ആത്മവിശ്വാസം പപ്പടം കാച്ചിയ പപ്പടം എടുത്തത് ഇങ്ങനെ കാണിച്ച പോലെ ഉണ്ടാവും, പപ്പടം പോലെ പൊടിഞ്ഞു പോയി. ഇതിപ്പോൾ ലോകത്തിലെ നയതന്ത്രജ്ഞന്മാർ, വിശകലന വിദഗ്ധന്മാർ മുഴുവൻ അതാ പറയുന്നത്. അവിടെ പോയിട്ട് അദ്ദേഹം കിടന്നുറങ്ങുക. കുറേ കാലം യുദ്ധം ചെയ്തതൊക്കെയും ചെയ്തിട്ട് ക്ഷീണിച്ചു, ഇനി ഒന്ന് കിടന്ന് ഇനി ഞാൻ ഉറങ്ങട്ടെ, ബാലകൃഷ്ണൻ പറഞ്ഞ പോലെ ഇനി ഞാൻ ഉറങ്ങട്ടെ കഴിഞ്ഞ് ട്രംപിൻ്റെ വഴിക്ക് പോയി. ഇസ്രായേൽ അപ്പുറത്ത് അവർക്ക് യുദ്ധമില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. അവരവിടെ തൊട്ടപ്പുറത്ത് ലെബനനിൽ ഇടയ്ക്കിടയ്ക്ക് ബോംബ് കൊണ്ടിടും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരവരെ കൊടിക്കൂറ ഉയർത്തിയിരിക്കുകയാണ്. ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ കണ്ടില്ലേ എത്രമാത്രം ഉപരോധങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, വളഞ്ഞിട്ടാക്രമണം, എന്നിട്ടും കണ്ടില്ലേ അവർ ലോകമാകുന്ന കൊടുമുടി, ലോകമാകുന്ന ഹിമാലയം, അതിൻ്റെ കൊടുമുടിയുടെ വേലയാണ് അവർ നിൽക്കുന്നത്. എവറസ്റ്റ് കയറി നിൽക്കുകയാണ് അവർ ചെയ്യുന്നത്. ഗൾഫ് രാഷ്ട്രങ്ങൾ, അറേബ്യൻ രാഷ്ട്രങ്ങൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഗോള ഊർജ പ്രവാഹം, അതിനൊക്കെ ഭീഷണി ഉയർത്താൻ ശേഷിയുള്ള, ഒരിക്കലും ആരാലും തോൽപ്പിക്കപ്പെടാൻ, അമേരിക്കയും ഇസ്രായേലും വിചാരിച്ചിട്ട് തോൽപ്പിക്കാൻ പറ്റുന്നത് പിന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റുക? ആ ശക്തിയായിട്ട് ഇറാൻ ഇപ്പോൾ നിലകൊള്ളുകയാണ്. അതേ സമയത്ത് ശത്രുവിനെതിരെ എല്ലാവരെയും സൈനിക ശക്തി, ഉപരോധം പിന്നെ സൈനിക ശക്തി, ഇതായിരുന്നല്ലോ അവരുടെ ആയുധം. ഈ രണ്ട് ആയുധവും പ്രയോഗിച്ചിട്ട് അതിൻ്റെ മുനൊടിഞ്ഞിരിക്കുകയാണ്. അമേരിക്കയ്ക്കുമുണ്ട് പരിമിതികൾ, അത് അവരായിട്ട് തന്നെ വെളിപ്പെടുത്തി. വാസ്തവത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇറാനെ പൂർണ്ണമായിട്ട് കീഴടക്കുക, തങ്ങളുടെ മറ്റൊരു സംസ്ഥാനമാക്കി മാറ്റുക, മിസൈൽ ശേഷികൾ അതൊക്കെ തകർക്കുക, ഇതൊന്നും അവർക്ക് നേടാൻ കഴിഞ്ഞില്ല. റെജീം ചേഞ്ചിന് വേണ്ടിയിട്ട് അവരുടെ പരമോന്നത നേതാവ് അലി ഖമൈനിയെ ഒന്നും അറിയാം, ക്യൂറി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം വെച്ചിട്ട് പിറ്റേ ദിവസം അടുത്ത ആൾ വന്നു. ആ ആയത്തുള്ള അലി ഖമൈനിയുടെ 74 കിലോ തൂക്കമുള്ള ശരീരത്തെ അവർക്ക് കൊല്ലാൻ കഴിഞ്ഞുള്ളൂ. പക്ഷെ അദ്ദേഹം ഉയർത്തിവിട്ടിട്ടുള്ള വീര്യം, പ്രചോദനം, ആത്മവിശ്വാസം, ദീനിലുള്ള വിശ്വാസം, പരമപിതാവായിട്ടുള്ള അള്ളാഹുള്ള വിശ്വാസം, അതിൻ്റെ പേരിൽ സമ്പാദിച്ചു വെച്ചിട്ടുള്ള ശേഷി, ഭൗതികവും ആന്തരികമായിട്ടുള്ള ശേഷി, അതവർ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തു. ആത്യന്തികമായിട്ടുള്ള വിജയം അത്തരം ചില കാര്യങ്ങൾക്ക് ഉണ്ടാകുന്ന ലോകത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തു. നമ്മൾ ഗീതയ്ക്ക് നടത്തുമ്പോൾ പറയാറുണ്ട്, നാരായണൻ്റെ പുറകിൽ പോവുക, അപ്പോൾ പിന്നാലെ ലക്ഷ്മി വന്നോളൂ. ലക്ഷ്മീനൻ്റെ എവിടേക്കാണ് പോവുക? ലക്ഷ്മിയുടെ പുറകിൽ പോയാൽ നാരായണൻ്റെ വഴിക്ക് പോകും. നിങ്ങൾ പോയിക്കോന്നും പറഞ്ഞു അവിടെ തകരും. അതാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് ഉണ്ടായത്. ഉപരോധം കാണിച്ചും അതുപോലെ തന്നെ ആയുധം പ്രയോഗിച്ചുകൊണ്ടും എല്ലാവരെയും കീഴ്പ്പെടുത്താൻ നോക്കി. 30-40 വർഷം ഉപരോധം നടത്തി, ഒന്നും ഉണ്ടായില്ല. വലുതായിട്ടുള്ള അറ്റാക്ക് നടത്തി, പാറകൾ പോലും തുരന്നു പോകുന്ന എന്തോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു, ഒന്നും ഉണ്ടായില്ല. ആയതുകൊണ്ട് തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആദ്യം വിയറ്റ്നാമിലുണ്ടായതിനേക്കാൾ വലിയ രീതിയിലുള്ള മാനക്കേട് ഇതാണ് അവർക്ക് ഫൈനൽ ഔട്ട്കം അവർക്ക് കിട്ടിയത്. അതുമായിട്ട് അവർ തിരിച്ചുപോയി.
ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുദ്ധം തുടങ്ങുമ്പോൾ 2 ചിന്തയുണ്ടായിരുന്നുള്ളൂ. ഒന്നിലും എല്ലാവരും കൂടി ഒടുങ്ങുക, അല്ലെങ്കിൽ വിജയിക്കുക. എന്നിട്ട് എന്താണ്ടായി? വലിയ വിജയമുണ്ടായി. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അതിക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾ അതിനെ നേരിട്ടിട്ടും ഇസ്ലാമിക റിപ്പബ്ലിക്ക്, ഷിയ മുസ്ലിങ്ങളുടെ റിപ്പബ്ലിക്ക് ഒരു കേടും കൂടെ അവിടെ നിൽക്കുന്നുണ്ട്. തങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള ഭരണകൂടം, അതിൻ്റെ പേരിൽ ചർച്ച ഒരുപാട് നടന്നല്ലോ. ആ ചർച്ച നടക്കുന്ന മേശയിൽ അവർ കാണിച്ചിട്ടുള്ള ആത്മവിശ്വാസം, അതിൻ്റെ പേരിൽ അവർ നേടിയെടുത്ത മേൽക്കൈ, അതിൻ്റെ പേരിൽ ലോകത്തിൻ്റെ മുമ്പിൽ അവർ നേടിയെടുത്ത സ്വാധീന ശക്തി, അമേരിക്ക ഇപ്പം അത് കണ്ട് നെടുവീർപ്പിടുകയാണെന്ന് സാരം. ഫെബ്രുവരി 28 യുദ്ധം ആരംഭിച്ചത്. ഇറാന് നേരെ അമേരിക്കയും ഇസ്രായേലും കൂടി ട്രെംബ്ലിംഗ് ആയിരുന്നു. അതുകൊണ്ട് പതുക്കെ ഒരു ബോംബിടുക, 2 അങ്ങനെയല്ല, 10 ബോംബിടിനോടത്ത് 1000 ബോംബിട്ടിങ്ങനെ വിറപ്പിക്കുകയായിരുന്നു ചെയ്തത്. അതിൽ അവരെ പരമോന്നത നേതാവ് അദ്ദേഹം കാലഗതിയെ പ്രാപിക്കുകയും ചെയ്തു. എല്ലാവരും കരുതി അങ്ങനെ ഇറാനും അവസാനിച്ചു എന്നും. പക്ഷെ അവസാനിച്ചത് ഇറാനല്ല, അവസാനിച്ചു അമേരിക്കയുടെ അഹങ്കാരം. അവരെ 2 കൊമ്പുകളും പ്ലാഷ് ഒടിച്ചു കളഞ്ഞു. അഹങ്കാരത്തിൻ്റെ കൊമ്പുകൾ ഒടിച്ചു കളഞ്ഞു. അവർ നടത്തിയ യുദ്ധമുന്നേറ്റം, 60 ദിവസം നീണ്ടുന്ന യുദ്ധമുന്നേറ്റം, അത് വലിയ ദുരന്തമായിട്ട് കലാശിച്ചു. ആരുടെ ദുരന്തം? അമേരിക്കയുടെ ദുരന്തം. ആ കൂട്ടത്തിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ഇസ്രായേലിൻ്റെ സ്ഥിതി എന്താ? ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. ചുറ്റും ശത്രുക്കളാണ്. അവരെ സ്നേഹിക്കുന്ന ഒരാൾക്കാരുമില്ല. ഉള്ളത് പിന്നെ ഈ അറബി സുന്നി ഇളിഭ്യന്മാരായിരുന്നു അവർക്ക് തേച്ചു കൊടുത്തിരുന്നത്. ഇനിയിപ്പോൾ ഇവരെയും കിട്ടില്ല. ഇവരെങ്ങാനും പോയിട്ട് ഇസ്രായേൽ എന്ന് പറയുമ്പോൾ തലയിൽ കിഴുക്കുകൊള്ളും. ആരുടെ? ഇറാൻ്റെ. മാത്രമല്ല, ഇവിടെ യുദ്ധം നടക്കുന്ന സമയത്ത് ഈ 60 ദിവസവും ഇറാനെ കോറി വരയ്ക്കാൻ, അവരെ ചൊറിയാനും മാന്താനും ഇടമൊരുക്കിയതാരാ? ഈ പറയണ സുന്നി ഇളിഭ്യന്മാരാണ്, സുന്നി രാഷ്ട്രങ്ങളാണ്. ആ ഷിയ രാഷ്ട്രത്തെ കോറി വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇടം കൊടുത്തത്. അവരത് മനസ്സിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ കിട്ടിയ അവസരം വിനിയോഗിക്കുമല്ലോ എന്നറിയില്ല. എന്തായാലും വീട്ടിനകത്തൊരു പാമ്പ് കയറിയിട്ടുണ്ട്, പുറത്ത് പോയോ എന്നറിയില്ല. ആ വീട്ടിലെങ്ങനെയാണ് കിടന്നുറങ്ങുക? ആ അവസ്ഥയാണിപ്പോൾ GCC ഗൾഫ് രാഷ്ട്രങ്ങളുടെ അറേബ്യൻ സുന്നികളുടെ സ്ഥിതി. ഏതെങ്കിലും രാത്രി സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. ഇനി അടുത്ത കാലത്തൊന്നും ഉറങ്ങുന്ന സമയത്ത് ഏതെങ്കിലും കാരണവശാൽ വാതിലുമേ ഒരു ശബ്ദം കേട്ടാൽ മതി. കാറ്റത്ത് വാതിൽ അടയാൻ ശബ്ദം കേട്ട അയ്യോ ഇറാൻ എന്ന് പറയുന്ന അവസ്ഥയാണ് ഇപ്പോൾ അവിടുത്തെ ഷെയ്ഖുമാരും രാജാക്കന്മാരും. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്ത് വേണേൽ അവരെ തലയിൽ കൊണ്ടുപോകുമ്പോൾ എന്നിട്ട് പറയാം ഞങ്ങളെ കഷ്ടപ്പെടുത്തിയതല്ലേ എന്ന് ന്യായീകരണം നടത്താം. എന്തായാലും യുദ്ധത്തിൻ്റെ ഫൈനൽ ഔട്ട്കം സാധാരണഗതിയിൽ നഷ്ടങ്ങൾ, ലാഭങ്ങൾ, തോൽവി, ജയം ഇതൊക്കെയാണ് ഉണ്ടാവുക. ഇതിൽ നഷ്ടങ്ങളും പരാജയവും ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ആർക്കാണ്? നമ്മുടെ ദുബായിക്കാർക്ക് തന്നെ. അഥവാ ഗൾഫ് രാഷ്ട്രങ്ങൾ. നമ്മുടെ അമ്മൂമ്മമാരെന്താ പറയുക? സൗദി അറേബ്യയിലാണെങ്കിലും ഖത്തറിലാണെങ്കിലും കുവൈറ്റിലാണെങ്കിലും മക്കൾക്ക് ജോലി ചെയ്യുമ്പോൾ എവിടെയാ മക്കൾ? അവൻ ദുബായൂരാ എന്നാ പറയുക. ആ അർത്ഥത്തിലാണ് ദുബായ് എന്ന് പറഞ്ഞത്. ഈ GCC രാഷ്ട്രങ്ങൾ, ഗൾഫ് രാഷ്ട്രങ്ങൾ അവർ കുറച്ച് കാലങ്ങളായിട്ട് അവരെ അവരാക്കിയ ആ പരമദൈവതത്തെ മറന്ന് ഇപ്പം എന്താ എഴുത്തച്ഛനെ മറ്റേ ആരോ പാടിയ പോലെ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. ഇനി കീഴ്ഗതിയാണ് വരാൻ പോകുന്നത്. GCC രാഷ്ട്രങ്ങൾക്ക് കീഴ്ഗതി മാനസികമായിട്ടും തകർന്നു. കാരണം ഇന്നിപ്പോൾ ലോകം പറയുന്നൊരു കാര്യമുണ്ട്. ഇസ്ലാം എന്നാൽ ഷിയ, മുസ്ലിം എന്ന് പറഞ്ഞാൽ ഷിയാക്കൾ. അപ്പോൾ സുന്നികളോ? കാഫറുകൾ.